വരുമ്പോൾ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിൽ വോട്ടുണ്ട്, എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടില്ല. ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയാലും പാലക്കാട് മണ്ഡലത്തിൽ തന്നെ വോട്ട് നിലനിർത്തിയിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ തൻ്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട് താൻ MLA ആയി 3 വർഷം തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട്ട് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇക്ബാൽ നിന്നത് പ്രശ്നബാധിത പ്രദേശ് ബൂത്ത് എന്ന് കണ്ടെത്തി 176 നമ്പർ ബൂത്തിലാണ് ഷാഫി വോട്ട് ചെയ്യുകയാണ്. പാലക്കാട് ബൂത്തിൽ ഇപ്പോൾ ഡോക്ടർ സരിൻ ഉണ്ടായിരുന്ന 88 നമ്പർ ബൂത്തിൽ ചെറിയ സാങ്കേതിക തകരാറുള്ളത് കാരണം ഏകദേശം അരമണിക്കൂറോളം വരി നിന്ന് സരിൻ മടങ്ങി. അല്പസമയത്തുള്ളിൽ സരിൻ തിരിച്ചെത്തി ആ ബൂത്തിലെത്തി പോളിംഗ് രേഖപ്പെടുത്തും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ കൽപ്പാത്തി ഗവൺമെന്റ് LP സ്കൂളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. എല്ലാ പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര തന്നെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം 6% അടുക്കുകയാണ്. ഔദ്യോഗികമായി 3.05% ഈസ്റ്റ് യാക്കര സ്കൂളിലാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. പോളിംഗ് ഓഫീസറിൻ്റെ അടുത്തെത്തി. ഒന്നാമത്തെ പോളിംഗ് ഓഫീസർ വോട്ട് ഐഡന്റിറ്റി ബോധ്യപ്പെട്ട് സ്ലിപ്പ് കൊടുത്ത് അടുത്ത പോളിംഗ് ഓഫീസറിൻ്റെ അടുത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇനി വിരലിൽ മഷി പുരട്ടിയ ശേഷമാണ് ഓക്കെ ഈ വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ പേര് വിളിച്ചു പറഞ്ഞ് പോളിംഗ് ഏജന്റുമാർ അവയിൽ ഒബ്ജക്ഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തി സ്ലിപ്പ് വാങ്ങി ഒപ്പ് ചാർത്തി വിരലടയാളം പതിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, വോട്ട് രേഖപ്പെടുത്താനായി ഷാഫി പറമ്പിൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏകദേശം 35 മിനിറ്റോളം ഷാഫി പറമ്പിൽ വരി നിന്നതിനു ശേഷമാണ് ഈസ്റ്റ് യാക്കര സ്കൂളിൽ ഷാഫി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ വോട്ടർ സ്ലിപ്പിൽ VVPAT-ൽ നിന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചിഹ്നമല്ലേ വരുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇപ്പോൾ ഷാഫി വോട്ട് രേഖപ്പെടുത്തി